ഈ കൊലപാതക പരമ്പര തുടങ്ങിയ സൽമാ ബീവിയുടെ വീട്ടിലിപ്പോൾ പോലീസിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയാണ്. ഫോറൻസിക് സംഘം എത്തിയിട്ടുണ്ട്. ഈ ഫോറൻസിക് സംഘം എത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മാത്രമാകും ഏത് രീതിയിലൊക്കെയാണ്, അതായത് കൃത്യം എങ്ങനെയാണ് നടപ്പാക്കിയത് എന്ന കാര്യത്തിലൊരു വ്യക്തത വരൂ. കാരണം ചുറ്റിക തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. അതിൻ്റെ പിന്നിലുള്ള ചേതവികാരം എന്താണെന്നുള്ള അന്വേഷണത്തിൻ്റെ പിന്നാലെയാണ് പുറത്തു വരേണ്ടത്. ഏതായാലും ഒരു സാമ്പത്തിക താല്പര്യം തന്നെയാണ് അഫാൻ ഈ അമ്മുമ്മയെ കൊലപ്പെടുത്താൻ ഉള്ള കാരണം എന്ന് അടുത്ത ബന്ധുക്കൾ വിശ്വസിക്കുന്നു. കാരണം നേരത്തെയും ഇവർക്ക് ഈ അഫാൻ്റെ കുടുംബത്തിന് സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അമ്മുമ്മയടുത്ത് വന്ന് സഹായം ചോദിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയെല്ലാം മോതിരം കൊടുത്ത് സഹായിച്ചു. പണമായിട്ട് അവർക്ക് കഴിയുന്ന സമയത്തെല്ലാം സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ കഴുത്തിലണിഞ്ഞിരുന്ന ഒരു മാല, അത് അവർക്കുള്ള ആകെ സമ്പാദ്യമാണ്. ആ സമ്പാദ്യം ചോദിക്കുകയും അത് പിന്നെ അഫാന് കിട്ടാതെ വരികയും ചെയ്തപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ. പക്ഷെ അതൊന്നും ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ആർക്കും അതിനെക്കുറിച്ചൊരു ധാരണയുമില്ല. കാരണം എന്തുകൊണ്ട് ഈ ഉമ്മുമ്മ സൽമാ ബീവി വളരെ പ്രിയപ്പെട്ട കൊച്ചുമകനായിരുന്നു. ചെറുപ്പം മുതൽ അഫാൻ ഇവിടെ നിൽക്കുമായിരുന്നു. ഇവിടെ താമസിച്ച് വളർന്നു. അഫാന് വളരെ പ്രിയപ്പെട്ട പേരക്കുട്ടിയായാണ് ഉമ്മുമ്മ കണ്ടിട്ടുള്ളത്. ആ ഉമ്മുമ്മ ചോദിക്കുമ്പോഴെല്ലാം അഫാന് അവൻ്റെ ആഗ്രഹപ്രകാരം പണവും ഇതെല്ലാം നൽകിയിരുന്നു. പക്ഷേ അത് കിട്ടാതെ വന്നപ്പോൾ ഈ ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയെങ്കിലും പ്രതികാരം വീട്ടാനുള്ള കാരണമെന്ത്? ഇത്തരം കാര്യങ്ങളിലേക്ക്, അത് ഈ അഫാന് മറ്റെന്തെങ്കിലും തരമുള്ള ഈ മയക്കുമരുന്ന് പോലുള്ള ലഹരി ഉപയോഗം പോലുള്ള പ്രശ്നങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തു വരേണ്ടതാണ്. ഇപ്പോൾ നമുക്കൊരു CCTV ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഉമ്മുമ്മയുടെ വീട്ടിലേക്ക് അഫാൻ രാവിലെ വന്ന സമയം, അതായത് രാവിലെ 11:30 പള്ളിയുടെ സെക്രട്ടറി ഇവിടെ പിരിവിനായി വരുമ്പോൾ ഇവിടെ ബൈക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 11:30 മണിക്ക് ശേഷം ഈ കൊലപാതകം നടന്ന 5 മണിക്ക് ഇടയിലുള്ള സമയത്താണ് ഈ കൊലപാതകം നടന്നത്. ആ സമയത്ത് സ്കൂട്ടറിൽ അഫാൻ വന്ന് അവരുടെ വീട്ടിലേക്ക്, റോഡിൽ നിന്ന് വീട്ടിലേക്ക് കയറുന്ന ഭാഗത്തെ ആ സ്ലാബ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ വന്നതിന് ശേഷം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അതിന് ശേഷമാണ് ഇവിടെയാണ് ഈ പരമ്പരയുടെ തുടക്കം ഇവിടെയാണ്. പക്ഷേ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ഇത്രയും സമയമെടുത്തത് എന്തുകൊണ്ടായിരിക്കും? ഏറ്റവും ആദ്യം നടന്ന കൊലപാതകമാണ്. മൃതദേഹം ഇത്രയും മണിക്കൂറുകളായി അവിടെ വീട്ടിലാണ് ഉള്ളത്. അതെന്തുകൊണ്ടായിരിക്കും ഇത്രയും സമയമെടുത്തത്? ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം പ്രതി അഫാൻ ഇവിടുന്ന് മടങ്ങിപ്പോയി. അപ്പോൾ ആ വരുന്ന ദൃശ്യം വന്നതിന് ശേഷം ബൈക്ക് പാർക്ക് ചെയ്ത് അകത്തേക്ക് പോയി. അതിനുശേഷം എന്താണ് അവിടെ സംഭവിച്ചത്? കാരണം വലിയ വാക്കേറ്റമൊന്നും ഉണ്ടായതായി സാധ്യതയില്ല. കാരണം ഈ ഉമ്മുമ്മയെ കൊല്ലാൻ ഉറപ്പിച്ച് തന്നെ അഫാൻ വന്നതാകണം. അല്ലെങ്കിൽ തൊട്ട് ചേർന്നാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ ജസ്റ്റ് ക്യാമറ ഒന്ന് പാൻ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ വീടും തൊട്ടപ്പുറത്തുള്ള വീടും തമ്മിലുള്ള ഒരകലം എത്രയാണ് എന്നുള്ളത്. വളരെ ചേർന്നിരിക്കുന്ന വീടാണ്. അപ്പോൾ അങ്ങനൊരു വീട്ടിൽ ഒരു വാക്കേറ്റമോ സംഘർഷമോ ഉണ്ടായാൽ തൊട്ടയൽവക്കത്തുള്ളവർക്കെല്ലാം അറിയാം. ഒന്ന്, ഈ മുൻവശത്ത് കാണുന്ന വീട്ടിൽ ഈ ഉമ്മുമ്മ സൽമാ ബീവി ഒന്നും താമസിക്കാറില്ലായിരുന്നു. തൊട്ടപ്പുറത്തെ വീട്ടിലാണ് നമ്മൾ നേരത്തെ നമ്മോട് സംസാരിച്ച അവരുടെ മൂത്ത മകൻ ബദറുദ്ദീനുള്ളത്. അപ്പോൾ എന്തായാലും ഒരു ഒച്ചപ്പാടുണ്ടായാൽ, ഒരു ഒച്ചയും ബഹളവും ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു മൽപ്പിടുത്തമോ ഒരു കൊലപാതക ശ്രമമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തൊട്ടപ്പുറത്തൊക്കെ ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് കേൾക്കാൻ കഴിയുന്ന അത്ര അകലെ മാത്രമേ ഉള്ളൂ. നല്ല ഗ്രാമപ്രദേശമാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇവിടെ വന്ന് അഫാൻ ഒരു കൊലപാതകം നടത്തിയെങ്കിൽ വളരെ ആലോചിച്ചുറപ്പിച്ച് തന്നെ വന്നതാണ്. കാരണം ബൈക്കിൽ പ്രതി വരുന്ന ആ ദൃശ്യങ്ങൾ, അതേപ്പറ്റി എന്താണ് വിശദാംശങ്ങൾ പ്രശാന്ത്? ഈ ബൈക്കിലെത്തുന്നത് അഫാനാണ് എന്നാണ് നമുക്ക് CCTV ക്യാമറ ലഭ്യമായിരുന്നെന്ന് മനസ്സിലാകുന്നത്. അതായത് ഒരു ബൈക്ക് ഓടിച്ചു വരുന്നല്ലോ, ഒരു ബൈക്ക് അവിടെ വന്ന് പാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ബൈക്ക് മാത്രമുള്ള ദൃശ്യവും നമുക്ക് ആ ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം, അതായത് അഫാൻ തൻ്റെ ഉമ്മുമ്മയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി വരുന്നു, അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ ഉള്ള ഉദ്ദേശത്തോടെ തന്നെ വന്നതാണ്. കാരണം എന്തിനു വേണ്ടിയാണ് തൻ്റെ അമ്മുമ്മയെ കൊല്ലാൻ അഫാൻ തീരുമാനിച്ചത്? ആ തീരുമാനത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടി ഇവിടെ വന്ന സമയത്ത് ദൃശ്യങ്ങളാണിത്. അതിൻ്റെ ചിത്രങ്ങളാണ്. അതിനുശേഷം ബൈക്ക് പാർക്ക് ചെയ്ത് അകത്തേക്ക് പോയിട്ടുണ്ട്. പോയതിന് ശേഷം ഈ സൽമാ ബീവിയെ
കൊലപ്പെടുത്തിയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയെന്നുള്ളത് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടത്. പക്ഷേ ഒരു കാര്യം, ഈ കൊലപാതകം നടത്തുമ്പോൾ ഒരുപക്ഷെ അവരെ മൂടിക്കെട്ടിയോ അല്ലെങ്കിൽ അത്തരത്തിൽ, അല്ലെങ്കിൽ അവർ ഓർക്കാപ്പുറത്ത് നിൽക്കുമ്പോൾ അവരുടെ തലയ്ക്കടിച്ച് വീഴ്ത്തിയോ ഒക്കെ ആയിരിക്കാം കൊലപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ശബ്ദം കേൾക്കും, ഒരു നിലവിളി കേൾക്കണം. അത്തരം ഒരു നിലവിളി കേട്ട് കഴിഞ്ഞാൽ അയൽവാസികളൊക്കെ അറിയും. ഇതിപ്പോൾ അയൽവാസികളെല്ലാം അറിയുന്നത് അഫാൻ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും വെഞ്ഞാറമൂട് പോലീസ് ഈ കൊലപാതകം നടന്നതായി അറിഞ്ഞ് ഇവിടെ വരുമ്പോഴാണ്. അല്ലെങ്കിൽ ഈ ഉമ്മയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ അറിഞ്ഞു. കാരണം മകൾ വന്ന് വരുമ്പോൾ മരണപ്പെട്ട് കിടക്കുന്നത് കാണുകയാണ് ചെയ്തത്. അപ്പോഴും ഈ സൽമാ ബീവി തലയ്ക്കടിയേറ്റ് വീണ് തലയ്ക്ക് പരിക്കേറ്റ് മരിച്ചു എന്ന ധാരണയിലായിരുന്നു ഈ അയൽവാസികളും ബന്ധുക്കളുമെല്ലാം. പിന്നീട് ഈ അഫാൻ്റെ വെളിപ്പെടുത്തലോടെയാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. ഈ കൊലപാതകം നടക്കുന്ന സമയത്ത്, അതായത് നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങളാണ്. അതായത് അഫാൻ ഇവിടെ വന്ന് ഈ ഉമ്മുമ്മയെ കൊലപ്പെടുത്താൻ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തെളിവ് തന്നെയാണ് അഫാൻ്റെ ബൈക്കിൻ്റെ സാന്നിധ്യം. ഈ കൊലപാതകം നടക്കുന്ന സമയം ഏതാണ് എന്ന കാര്യത്തിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. എന്തായാലും കുറേ കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. വളരെ വ്യക്തമായി പദ്ധതിയിട്ട് നടത്തിയ കൊലപാതകം തന്നെയാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്.